ഇന്ന് ഏതൊക്കെ റെസ്റ്റോറന്റിൽ കയറിയിട്ട് എന്തൊക്കെ ഫുഡ് കഴിക്കുന്നോ അതിലെല്ലാം നമ്മളൊരു ഫേക്ക് കംപ്ലൈന്റ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചായ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ചായ ഉണ്ടോ? ചായ കുടിക്കുന്ന നിങ്ങൾ മാത്രമല്ല ടെൻഷൻ എനക്കൊരു ഇത് സെറ്റപ്പാണ് അറിയാം. ഇന്ന് ഏതൊക്കെ റെസ്റ്റോറന്റിൽ കയറിയിട്ട് എന്തൊക്കെ ഫുഡ് കഴിക്കുന്നോ അതിലെല്ലാം നമ്മളൊരു ഫേക്ക് കംപ്ലൈന്റ് ക്രിയേറ്റ് ചെയ്യും. അത് അവരെങ്ങനെ ഫേസ് ചെയ്യുന്നു, അതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതിലാട്ടോ ഈ ഒരു കണ്ടന്റ്, ഒരു പരീക്ഷണ കണ്ടന്റ് ആണ്. അപ്പൊ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിസ്ക് ആണെന്ന് വെച്ചാൽ ചെറിയ റിസ്ക് ആണ്. നമ്മൾ എന്ത് കഴിക്കുന്നു ചെറിയൊരു കംപ്ലൈന്റ്, ചായ കുടിക്കുന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് ഉണ്ടാവും, ബിരിയാണി കഴിക്കുന്നുണ്ടെങ്കിൽ ഫുഡ് എന്തിലും കംപ്ലൈന്റ് ക്രിയേറ്റ് ചെയ്യും. അത് അവർ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരുടെ സോറിയും പറയും, നമ്മൾ അവർക്ക് 1000 രൂപയും കൊടുക്കും കേട്ടോ ആ ഒരു വ്യക്തിക്ക്, ആ സോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്. അപ്പൊ നമുക്ക് ഇറങ്ങി നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇപ്പൊ സമയം 4 മണിയായി, നമുക്കൊരു ചായ കുടിക്കാൻ പോവാതി. ഒരു ചേട്ടനെ ചായ കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടനോട് ചായ കൊടുക്കാനാണോ ചോദിച്ചു. അയ്യോ ചേട്ടാ പമ്പിലോട്ട് പോയി, നമ്മളെ പറ്റിച്ചു. ചേട്ടൻ പമ്പിൽ എണ്ണ അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. എണ്ണ അടിക്കല ചേട്ടെ പറയാൻ ചായ ആണോ കോഫിയാണോ? ചായ വന്നപ്പോ ചേട്ടൻ പറഞ്ഞ ഒന്നുമില്ലാതെ. ചായ കാപ്പി, ഒരു ചായ ഒരു കാപ്പി, ഒരു ചായയും ഒരു കാപ്പി. ചേട്ടാ കുറച്ച് ഷുഗർ ഇട്ടായിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ് ചേട്ടാ, ഒരു കാര്യം പറയാണ്ടായിരുന്നു. ഒന്നും ഇങ്ങോട്ട് മാറുന്നാലോ? ഒരു 2 മിനിറ്റോട് പറയാം. ചായ കൊടുക്കാൻ ടൈമായി. ആണോ അർജന്റായ? ഇങ്ങോട്ട് വെക്കോ. എത്ര ചായ വാങ്ങിച്ചു നമ്മള്? 11 ചായ വാങ്ങിച്ചു. 11 ചായ വാങ്ങിച്ചു. കടി കടി 5 കടി വരും അല്ലേ? 5 കടി. എന്ത് തോന്നണു? എന്ത് തോന്നണു? ഒന്നും തോന്നുന്നില്ല. തോന്നുന്നില്ലേ? 11 ചായ. ചായ ഞങ്ങൾ കുടിച്ചപ്പേ ചായ ഒരു സുഖല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പോണു? അല്ല, ഇത് എന്തോ ഒരു ചെറിയ പ്രശ്നം പോലെ തോട്ടാ. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ചായ? നമ്മള് എപ്പോഴും കൊടുക്കുന്ന ചായ ഉണ്ടോ? ആണോ? എല്ലാ ദിവസവും കൊടുക്കണ്ടല്ലോ. അവരോട് ചോദിക്കാൻ പാടില്ലേ? അല്ല, നമ്മളിത് ടേസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ നമ്മളതിന്റെ എല്ലാം ഇത് നോക്കും. ഇത് നമ്മള് മീഡിയം ചായ അല്ലേ, വലിയ പ്രശ്നമൊന്നുമില്ല, സാധാരണ ചായ അല്ലേ. എത്ര രൂപ ചായക്ക്? 12. കൂടുതലല്ലേ ഇപ്പൊ? കുറവല്ലേ? അല്ല കൂടുതലല്ലേ, 10 രൂപക്കൊക്കെ അല്ലേ ചായ ഉള്ളു. 12. ഇപ്പൊ പാലിന് വില കൂട്ടിയില്ലേ? 10 രൂപ പാലിന് ഇപ്പൊ 2 രൂപ കൂട്ടി 12ആയി. നേരത്തെ 10 ആയിരുന്നു, 12. കടിക്ക് 10. ചായ എനിക്ക് ചെറിയ ഒരു പ്രോബ്ലം ഫീൽ ചെയ്താ. എന്ത് ചെയ്യും? പ്രോബ്ലം നമ്മള് എന്നോട് പറയും, നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ 10 കൊടുക്കണ്ട പറഞ്ഞാൽ മതി. ആണോ? വിഷമമാണോ? കേസ് പേയ്മെന്റ് കോമ്പോ ആണല്ലേ? അത് വല്ല ഓബിസ് നമ്മള് സ്ഥിരം കൊടുക്കുന്നവർ. പാൽ തന്നെയാണോ? അത് വേറെ എന്തെങ്കിലും പാക്കറ്റ് പോലെ ആണോ? മിൽമയുടെ. ആരെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞോ? ഇല്ല, ഇത് 30 വർഷം ചായ ചെയ്യുന്ന ആളല്ലേ. ഇത് കംപ്ലൈന്റ് പറഞ്ഞ ആളാണ്. എല്ലാ VIP ഇവര് കുടിക്കണത്. ചായ കുടിക്കുന്ന നിങ്ങൾ മാത്രമല്ല. ഫസ്റ്റ് കംപ്ലൈന്റ് ഞാൻ പറയണേ? ഫസ്റ്റ് കംപ്ലൈന്റ് ഞാൻ പറയണോ? അവരുടെ അളവ് പറഞ്ഞ് നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞ അത് വന്നാ എത്രയായിരുന്നു ക്യാഷ്? ചായന്റെ ക്യാഷ് 70 അടിച്ചു. 170. 170? 170 ചായ. കടിയൊക്കെ കടി ചെയ്തില്ലേ? കടിയൊക്കെ കടി 10 വെച്ച് കൊടുത്തു. 1120. 1 രൂപ കൂടി പോയോ? ചേട്ടാ സംഭവം എന്താ വെച്ചാലേ, ഇതൊരു ചലഞ്ച് ആയിരുന്നു. ചാലഞ്ചാ? അതായത് കച്ചവടത്തിൽ അല്ല കുഴപ്പമില്ല, ഒരു കാര്യം പറയട്ടെ. വായോ ചേട്ടാ, ചായ അടിപൊളിയായിരുന്നു, കടി അടിപൊളിയായിരുന്നു. നമ്മളിതൊരു വെറുതെ പരീക്ഷണമായിരുന്നു, എന്ത് പറയുന്ന നോക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ പറഞ്ഞതിന് ഞാൻ സോറി ചോദിക്കുന്നു കേട്ടോ. അത് കുഴപ്പമില്ല. ചായ അടിപൊളിയാണ് എല്ലാവർക്കും. അല്ലെ, ചായക്ക് അടിപൊളിയല്ലേ? കഴിച്ചവർക്ക് എല്ലാവർക്കും അടിപൊളിയായിരുന്നു. ശരി, നിങ്ങളുടെ പരിപാടി നടക്കണം, പ്രോഗ്രാം നല്ല രീതിയിൽ. ഹാപ്പിയായോ? അത് പറഞ്ഞതിന് 1000 രൂപ നമ്മൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇപ്പൊ പൈസ എന്ത്? 1000 രൂപ വെറുതെ നിങ്ങൾക്ക് നിങ്ങൾ എടുത്തോ. അപ്പൊ പരിപാടി നല്ലവണ്ണം നടക്കട്ടെ. ചെറുതായിട്ട് വിഷമിച്ചാ? കുഴപ്പമില്ല. നിങ്ങളൊരു പരിപാടിക്ക് അറിയാം, നമുക്കിതൊക്കെ ഒരുപാട് അറിയാം. ചെറിയ വിഷമമായി നമ്മളിങ്ങനെ പറഞ്ഞപ്പോ? ഇല്ല, ടെൻഷൻ എനക്കൊരു സെറ്റപ്പാണ് അറിയാം. അല്ല, ചായ അടിപൊളിയാണ്, എല്ലാരും കഴിച്ചവർക്കൊക്കെ ഇഷ്ടമായിക്കണ്. ഭയങ്കരമായിട്ട് ഇതാണ് അങ്ങനെ പറഞ്ഞതില് സോറി. 1000 രൂപ നിന്നോ. സന്തോഷം. പ്രോഗ്രാം നല്ല നടക്കട്ടെ. ഓക്കെ ശരി. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടെ ആള് പോകും.
ചായ കുടിച്ചിറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ആളിൽ നിന്ന് അങ്ങനത്തെ ഒരാളോട് നമുക്കൊരു കംപ്ലൈന്റ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ചായ അടിപൊളിയായിരുന്നു. നിങ്ങൾ വരുമ്പോൾ പാലക്കാട്ടത്തൊക്കെ വരുമ്പോൾ ചേട്ടനെ കാണുമ്പോൾ ചായ കുടിച്ച് സപ്പോർട്ട് ചെയ്യണം. ചായ കുടിച്ചായിട്ട് നമ്മൾ നേരെ എത്തിക്കണത് KFC കേട്ടോ. ഇനി KFC ഫുഡ് കഴിക്കും. ഇവർക്ക് അറിയില്ലല്ലോ നമ്മളൊരു കംപ്ലൈന്റ് ഉണ്ടാക്കാൻ വന്ന ആളാണ് ഈ ഓർഡർ എടുക്കുന്നത്. ഫുഡ് വന്നു. അപ്പൊ നമുക്ക് ഇനി കഴിച്ചിട്ട് ചെറിയ കംപ്ലൈന്റ് എന്തെങ്കിലും കണ്ടുപിടിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചിക്കന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഫ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തു വയ്ക്കും. അത് ശരിക്കുള്ള പ്രശ്നമാണ്. എനിക്ക് തോന്നുന്ന സമയത്തിന്റെ പ്രശ്നമായിരുന്നു. ഈ ഫ്രൈസ് ഒക്കെ ചൂടോടെ കിട്ടണം. ഇത് കുറച്ചു നേരം മേക്ക് ചെയ്ത സമയം വേണ്ട. വിളിച്ചോ കേട്ടാ. ഹായ്, മാനേജറിനെ വിളിക്കും. ചിക്കൻ എന്തൊരു ടേസ്റ്റ് മാറ്റം ഉണ്ടെന്ന് പറ. പക്ഷെ ചിക്കനൊരു പ്രശ്നമുള്ള കേട്ടോ. സോ അത് അവരെങ്ങനെ ഡീൽ ചെയ്യുന്നു നോക്കാം. ഫ്രൈസ് തണുത്തു പോയാണ്. ആ, ചിക്കൻ എന്തെങ്കിലും ടേസ്റ്റ് മാറ്റം എന്തെങ്കിലും ഉണ്ടോ? ആ, ചെറുതായിട്ടുണ്ടോ? ഫ്രൈസ് തണുത്ത അത് നിങ്ങൾക്ക് തുടങ്ങുമ്പോ തന്നെ മനസ്സിലാവും. അവര് നമ്മള് കംപ്ലൈന്റ് പറഞ്ഞ സമയത്ത് ചിക്കൻ പീസ് അവർ മാറ്റി തരാന്ന് പറഞ്ഞു. ചിക്കൻ പീസ് ഞങ്ങൾക്ക് മാറ്റേണ്ട ആവശ്യമില്ല, ചിക്കൻ പീസ് കംപ്ലൈന്റ് ഇല്ല. പിന്നെ ഫ്രൈസ് മാറ്റി തരാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നീ ഒരു ബേസിക് മാനേഴ്സ് ആണോ അത്? ഒരു പ്രൊഡക്റ്റ് കംപ്ലൈന്റ് ഉണ്ട് പറയുമ്പോൾ മാറ്റി തരാന്ന് പറയുന്ന ആൾക്കാർ, ചില ആൾക്കാർ കഴിച്ചോന്നൊക്കെ പറയും, കംപ്ലൈന്റ് ഇല്ലാന്ന് ഉറച്ചു നിൽക്കും. ഓക്കെ, നിങ്ങളെ പേരെന്താ? രമ്യ. ഇവിടുത്തെ സ്റ്റോർ മാനേജർ അല്ലേ? ഷിഫ്റ്റ് മാനേജർ ആണോ? ഓക്കെ, കഴിച്ചോക്കട്ടെ. എല്ലാ പീസും മാറ്റിയാ? ഫ്രൈസും മാറ്റിയാ? താങ്ക് യു. കഴിച്ചോക്കട്ടെ. നേരത്തെ പ്രോബ്ലം തോന്നിയില്ല എനിക്ക്. കസ്റ്റമർ കംപ്ലൈന്റ്സും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. ചിക്കൻ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ടൈം ആയിട്ട് പറയാം. ഫസ്റ്റ് ടൈം ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നത്. കഴിച്ചോക്കട്ടെ. നമ്മളൊരു 4 പീസ് വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇതിന്റെ ഒരു ഡീലിംഗ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സ്റ്റോർ മാനേജർ വിളിക്കുക, സംസാരിക്കുക, അവരോട് പറഞ്ഞാൽ അവർ മാറ്റിത്തരും. ഇങ്ങനത്തെ ഹോട്ടലുകളിൽ കേട്ടോ, ഓരോ ഹോട്ടലിനും ഓരോ രീതിയാകാരം. നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവം എന്നുള്ളത്. ഇപ്പൊ അടിപൊളി. ഞാൻ എനിക്കുണ്ടാകുന്ന രീതികളും ഒരു നോർമൽ പ്രൊസീജിയർ ആട്ടോ കാണിക്കണേ. അത് ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഉണ്ടാകുന്ന അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ. ഫുഡ് കഴിച്ചു. ഇനി നേരെ നമുക്ക് മാനേജറെ കാണാൻ പോവാം. ഇവിടെ കഴിക്കാൻ്റെ കൂടെ 2-3 പേരുണ്ടായിരുന്നു. ഒരാള് ഒളിച്ചിരിക്കണം. അപ്പോ ഫുഡൊക്കെ അടിപൊളിയാണ്, കുഴപ്പമില്ല. ഫുഡ് പ്രൊമോഷൻ ഒന്നും അല്ല, ഫുഡ് മോശമാക്കിയിട്ടില്ല കണ്ടന്റ് ചെയ്തത് നമ്മള്. അല്ല ചുമ്മാറോ. ഇവരെന്തോ ഹാപ്പി? നമ്മൾ കുറെ ഫുഡ് കഴിച്ചു, കുറെ സംസാരിച്ചേട്ടാ. ശരി, ഓൾ ദ ബെസ്റ്റ്. ഫുഡ് തയ്യാറാന്നൊക്കെ പറയുന്നുണ്ട്. ഉഷാറാട്ടോ. ഒന്നുമില്ല. പേരെന്താ? രമ്യ. രമ്യ. ആക്ച്വലി ഫുഡിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഫ്രൈസിന് മാത്രം ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഫ്രൈസ് തണുത്തോണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ അതൊരു ചലഞ്ചായിരുന്നു. നമ്മൾ ഫുഡ് മോശമാക്കി പറയുമ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യുന്നുണ്ടെന്ന രീതിയിലായിരുന്നു. സോ നിങ്ങൾ നല്ല രീതിക്ക് അടിപൊളിയായിട്ട് ഡീൽ ചെയ്തു. സോ ഫുഡ് മോശമായി എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ വെരി സോറി. അടിപൊളിയായിട്ട് ഡീൽ ചെയ്തു. ഇങ്ങനെ തന്നെയാണോ ശരിക്കും കസ്റ്റമേഴ്സ് ഡീൽ ചെയ്യാറ്? കംപ്ലൈന്റ് വരുമ്പോ? അതെ, നമുക്ക് നോർമൽ നല്ല മേലെ കംപ്ലൈന്റ് ഇങ്ങനെ തന്നെ ഡീൽ ചെയ്യാം. ആണോ? കൊള്ളാട്ടോ, അടിപൊളി. നമുക്ക് ചെറിയ വിഷമമായില്ലേ? വിഷമമായില്ല. അല്ല, നമുക്ക് കംപ്ലൈന്റ് സാറാണ് ഫസ്റ്റ് ടൈം പറയുന്നത്. ഇതുവരെ നമുക്കിന്ന് രാവിലെ മുതൽ ഇത്ര ടൈമായിട്ട് ഒരു കംപ്ലൈന്റ്സ് വന്നിട്ടില്ല ഇതുവരെ. അതാണ് എങ്ങനെ ഡീൽ ചെയ്യുന്ന രീതിയിലായിരുന്നു. അപ്പൊ ഒരു 4 പീസ് വേസ്റ്റ് ചെയ്തില്ലേ, അതിന്റെ ബില്ല് ഞാൻ പേ ചെയ്യാം? അല്ലല്ല, ഞാൻ ബില്ല് പേ ചെയ്യാം. വേണ്ട, കുഴപ്പമില്ല. അതിന്റെ ബില്ല് പേ ചെയ്യണം. കാരണം നമ്മളത് നല്ല ഫുഡായിരുന്നു, പക്ഷെ അത് കണ്ടന്റ് പ്രകാരം നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു. അല്ല, അത് ഞാൻ ചോദിച്ചോട്ടെ. നോക്കാം. രമ്യ നന്നായിട്ട് ഡീൽ ചെയ്യുന്നോണ്ട് രമ്യക്ക് ഒരു 1000 രൂപ പ്രൈസ്. എന്തായാലും ഹാപ്പി. താങ്ക് യു സോ മച്ച് രമ്യ. നന്നായിട്ട് അടിപൊളിയായിട്ട് ഡീൽ ചെയ്തു. വൺസ് അഗെയിൻ ഞാൻ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ സോറി കേട്ടോ. നിങ്ങളുടെ പാർട്ട് ഓഫ് ചാലഞ്ച് ആണ്. ഓൾ ദ ബെസ്റ്റ്.
Let's go. ഇതിപ്പോ എന്തെങ്കിലും വെള്ളം ഉണ്ടോ? സംഭാരം എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഫുഡ് കഴിച്ചിട്ട് വയറ് ഫുള്ളായി. പിന്നെ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യാം. KFC-ന്റെ എന്തൊക്കെ കുടിക്കാനല്ലേ? സോഡ സർബത്തിന്റെ ഇതെന്താ ഇത് സംഭാരം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നേ? ആ അങ്ങനെയാണെങ്കിൽ ഒരു സംഭാരം ഒരു സോഡ സർവത്തും നോക്കൂട്ടാ. മോന് അതേ കുടിച്ചു നോക്കും. ഏ മോന് അതേ കുടിച്ചു നോക്കും. കേട്ടില്ല. ടേസ്റ്റ് നോക്കൂ. ടേസ്റ്റ് നോക്കോളാ. കഴിച്ചു നോക്കാനാ? ആ ഇത് നോക്ക്. ഇത് എലിക്ക പിന്നെ പച്ചമുളക് ഇഞ്ചി ഉള്ളി എല്ലാം ഇട്ടിട്ട് ഇതില് വെള്ളം അടിക്കും. ഇതില് സോഡ വേണം, സോഡ ഒഴിക്കാം. ഇതില് വെള്ളം വേണമെന്നാ കേട്ടാം. സോഡ സോഡ വേണം. എങ്കിലേക്ക് വേണം സോഡ സർവത്ത്. സോഡ സർബത്ത് കേട്ടാ. എന്തോ പ്രശ്നല്ലേ? കളത്തിലെടുക്കുന്നില്ലേ? കളത്തിലിരിക്കുന്ന ടേസ്റ്റാ. അപ്പതിക്ക് ഇളക്കി കൊണ്ടിരിക്കല്ലേ മസാല എന്തിയാ കാണിച്ചു തരാം. എന്നും ഇടിച്ചുണ്ടാക്കും. നമ്മൾ സ്വന്തം നാളെ ചെയ്യുവാണ്. മലയാളല്ല. ഇല്ല ഞങ്ങളുടെ വീട്ടിലെ പശു എരുമയെല്ലാം ഉണ്ടില്ല. നമ്മൾ തന്നെ കടഞ്ഞ് തൈര് വരെ എടുക്കും, മോര് വരെ എടുക്കും. ഇവിടെ കൊറേയോ കേരളത്തില്? ഞങ്ങൾ വന്നിട്ട് 40 വർഷമായി. കേരളത്തിലോ? ആരൊക്കെ വീട്ടില്? ഇവിടെ വന്നിട്ട് എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഗ്യാസ് കൊടുത്തേക്ക് 2013. എന്നാ മാത്രമേ ഉള്ളൂ. താമസം ബിരിയാണോ ഫോട്ടോ വിളിക്കണോ? എന്നേ ഇത് രസമല്ല. എന്നാ വെച്ചോ. ഇങ്ങനെ ഉണ്ടാക്കിയത് എന്തെങ്കിലും പ്രശ്നമാണോ? ഒരു കുഴപ്പമില്ല. കുറിച്ച് നോക്ക്. ഒരു കുഴപ്പമില്ല. അങ്ങനെ പുളി കാണോ? ആ തീരെ പോരാ. അത് നിങ്ങൾ കുറിച്ചുകൊണ്ടിരുന്നാ കുഴപ്പമില്ല. കുടിക്കാത്തവരല്ലേ കുപ്പിയിലെ ആൾക്കാർ കൊണ്ടുപോകും. ആ ആരും കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഇതിനാ നമ്മൾ അപ്പൊ ഉണ്ടാക്കി കൊടുക്കല്ലേ. ആദ്യമായിട്ട് കംപ്ലൈന്റ് പറഞ്ഞ ഞാനാണോ? ആണോ? ആണോ? ദിവസം നിങ്ങൾ വന്ന് കുടിച്ചു നോക്കും. അപ്പൊ അറിയാം. അതാണ് സോഡ. എനിക്ക് ഒരു സർവത്ത് വേണ്ട. സർവത്ത് തന്നാ മതി. അല്ല സർബത്ത് തരാം കേട്ടാ. അത് എനിക്ക് കുടിച്ചുകൊണ്ട് ചാട കുടിക്കട്ടെ. സോഡ കഴിച്ചോ? അല്ല ഞാൻ മോശമാണ് പറഞ്ഞു കഴിഞ്ഞാലേ ആളുകൾ പറയില്ല ഇനി ഇങ്ങോട്ട് വരണ്ട. ഇപ്പൊ രണ്ടുപേര് ഒരു പെണ്ണും ചെക്കനും കുടിച്ചു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നാ പറയണം. ചേച്ചി എല്ലാം കറക്റ്റാണ് പറഞ്ഞു. എല്ലാം കറക്റ്റാണോ? ഇത് നാപ്പൂരം മേടിച്ചു വെച്ചിട്ടാണ് വച്ചിട്ടുണ്ടാണ്. ഞാൻ മാത്രാണല്ലേ കംപ്ലൈന്റ്? അതിപ്പോ നിങ്ങള് പറയാനുള്ളത് നിങ്ങളുടെ ഇതൊക്കെ പറയുന്നത് അത് അവർ ദിവസം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് കേട്ടോ എന്നിട്ട് അവര് നമ്മളെ ഞങ്ങള് കുറച്ച് അർജന്റ് നമ്മള് പോവാ. അപ്പൊ നമ്മൾ കഴിച്ചെന്ന് വെച്ചാല് ഒരു മോരും അത് കുഴപ്പമില്ല. ഇന്ന് തന്നാ മതി. മോര് രസമല്ല, സർവത്ത് കൊള്ളാവും. അത് കുഴപ്പമില്ല. വീണ്ടും പറഞ്ഞോട്ടാ. എത്ര രൂപയാണ്? കുഴപ്പമില്ല കുട്ടി, പിന്നെ തന്നാ മതി. ക്യാഷ് തരാൻ പോവില്ല. ക്യാഷ് എനിക്ക് തരണേ. എത്ര 40 രൂപ. മോരും സർവത്തിനും? മോര് വേണ്ട, സർബത്തും പത്ര കൊടുത്താ മതി. 40 രൂപ. 40 രൂപ അല്ലേ? വേണ കുട്ടി, നീ പിന്നെ എപ്പോഴും വന്നാ എങ്കിലേ പിന്നെ തന്നാ മതി. 40 രൂപ ബാക്കി തന്നാ മതി. പിന്നെ തന്നാ മതി. ഇല്ല ഞാൻ തന്നെ ഈ മോര് ഞാൻ മോശം എന്ന് പറഞ്ഞപ്പോ സങ്കടമായിരുന്നു. ഒരു സങ്കടമില്ല. നിങ്ങൾ പറഞ്ഞു അത് പുളിപ്പ് ഇരിക്കുന്നതാണ് മാത്രം കുഴപ്പമില്ല. 40 രൂപ. ഓക്കെ ശരിയല്ലേ? ശരി. ഓക്കെ നാളെ വാ. നമ്മളെ ഈ മോര് മോശം എന്ന് പറഞ്ഞ ചേച്ചിക്ക് വിഷമമെങ്കിൽ ഒരു വിഷമില്ല. മോര് കൊള്ളായിരുന്നു, അടിപൊളിയാണ്. ശരി ഓക്കെ. അപ്പോ ഇപ്പൊ ഇത് തീർന്നതിമേ നാളെ ഫ്രഷ് ഉണ്ടാവും. അപ്പൊ എനിക്ക് നോക്കും. ഓ അപ്പൊ നല്ലായിരിക്കോ? ഇതിപ്പോ നല്ലതാണ്, കൊള്ളാം. നാളെ അത് അപ്പൊ തന്നെ ഉണ്ട്. ഇതെന്താണ് ഇത്? ചേച്ചി പിടി, ഒരു കാര്യത്തിനാ പറഞ്ഞുതരാം. അയ്യോ എത്ര. ശരി ഓക്കെ. ഇതൊക്കെ എത്ര ക്യാഷ് ഉണ്ടോക്കെ?
ഇത് ചേച്ചിക്കുള്ള പൈസ കേട്ടോ. അല്ല എന്റെ പൈസ അല്ല ഇത് ചേച്ചിക്കുള്ള പൈസയാണ്. അല്ല അതെ 1160 രൂപ. 1100. ഇത് ചേച്ചിക്കുള്ള പൈസ. നിങ്ങൾക്കുള്ള പൈസ എടുത്തോ. അത്രേ ഉള്ളൂ. വേണ്ട എനിക്ക് എന്തിനാ അധ്വാനിച്ചൊരു കാശ് എനിക്ക് മതി. എനിക്ക് അങ്ങനെ വല്ലൊരു പൈസ എനിക്ക് വേണ്ട. ഇതൊരു വീഡിയോ ചലഞ്ചാണ്. ഇത് നിങ്ങൾ അധ്വാനിച്ചു. വീഡിയോയില് നിങ്ങൾ അത് എന്തായിരുന്നു ആ വീഡിയോ, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ഗിഫ്റ്റ് ആണ് ചേച്ചിക്ക്. മോര് നല്ലതായിരുന്നു. ചേച്ചിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞതിൽ വിഷമം ഉണ്ടായെങ്കിൽ സോറി. അയ്യോ എനിക്ക് നല്ല മോരാണ്. ഇത് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ നാളെ പറഞ്ഞാട്ടാ. ആ ചേച്ചി ഞങ്ങൾ പോട്ടെ ഗൈസ്. അപ്പൊ അടുത്ത് നമുക്ക് നേരെ പാരങ്ങളിൽ പോയിട്ട് ബിരിയാണി കഴിക്കാം. ഇനിയിപ്പോ കാണും. ഇനി വരുമ്പോ വരാട്ടോ. വാ വാ. ഓക്കെ ശരി. കമ്പനി പോട്ടെ. എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി. ഒക്കെ ശരിയാവും. ഇനി വരുമ്പോ കണ്ടിട്ട് പോട്ടോ. അപ്പൊ എന്നേക്കും പ്രാർത്ഥിക്കണം കേട്ടാ. ചേച്ചി കൊണ്ട് പ്രാർത്ഥിക്കാം. ബിസിനസ് സെറ്റ് ആവട്ടെ. ഓക്കെ ഇത് എല്ലാരും വരുമ്പോ ഉന്നിച്ചിറ ജംഗ്ഷനില് ഇവിടെ ചെറിയൊരു കടയില് കുറച്ച് ഇളനീരും മോരും സർബത്തും ആയിട്ട് നിൽക്കുന്ന ചേച്ചിന്റെ പേര് പറഞ്ഞു. ഭാനുമതി. ഭാനുമതി. ഓ എന്താ പേര്. ആ പേര് അടിപൊളി പേര്. രാജകുമാരിയുടെ പേര് അല്ലേ? രാജകുമാരുടെ പേര്. അതെ. ഞാൻ രാജകുമാരി അല്ല, തകർന്നിരിക്കുക. ജീവിതം തകർന്നു പോയി. ഹസ്ബൻഡ് മരിച്ചുപോയില്ലേ 2013. ഇതോടെ 9 തടവ ഞാൻ വണ്ടി ആക്സിഡന്റ് ആകാം. പക്ഷെ ഇനി ശരിയാവും. ഒക്കെ ശരിയാവും. ഒക്കെ ശരിയാവും. ശരി. ഇങ്ങനെ ടിക്ക് ടിക്ക് അല്ല ഒന്നുകൂടി ടിക്ക്. ഓക്കെ. അവന് ഉന്നിച്ചിറ വരുമ്പോ ഉന്നിച്ചിറ ജംഗ്ഷനിൽ വരുമ്പോ ചേച്ചിനെ കാണട്ടോ. ഓക്കെ ബൈ ബൈ. സിയോ. മഴ ഓടിക്കോ ബൈ. ഓയ്. അപ്പൊ ഇതാണ് നമ്മൾ ഫൈനലി നമ്മൾ കഴിക്കാൻ പോകുന്ന റെസ്റ്റോറന്റ് പാരഗൺ. ഇവിടെ നല്ല വില കൂടിയ ബിരിയാണികൾ ഉണ്ടെന്ന് കേട്ടു, വില കൂടിയ ഫുഡുകൾ ഉണ്ടെന്ന് കേട്ടു. ഇടയ്ക്ക് നമ്മൾ കഴിക്കാറുണ്ട്. സോ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു സൈഡിലോട്ട് ചെയ്തിട്ട് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ കംപ്ലൈന്റ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് അപ്പുറത്തെ ആൾക്കാർക്ക് അത് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, ഫുഡ് മോശം അങ്ങനെ വിചാരിക്കാർക്ക് വേണ്ടിയിട്ടാണ് സൈഡിലോട്ട് ഇരുന്നത്. ഓർഡർ ചെയ്ത് പൊറോട്ട, ഫിഷ് മാംഗോ കറി, ബീഫ് റോസ്റ്റ്, ബട്ടർ നാൻസ്, അപ്പം. അപ്പോൾ നമുക്ക് ബീഫിൽ കുറച്ച് സോൾട്ട് അധികം പറയുന്നത്, ബാക്കിയൊക്കെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. അപ്പം ഇതൊന്നും നമ്മൾ ഉണ്ടാക്കി പറയുന്ന കംപ്ലൈൻ്റ് ആണ്. സോ കോൾ ദ നൈറ്റ്. ഇതാണ് അപ്പോൾ ഇതിനകത്ത് ഉപ്പ് അധികം ഉണ്ടോ? ഉപ്പ് അധികം ഉണ്ട്. പ്ലീസ് ചേഞ്ച് വരും. അല്ല ബീഫ് അതില് അധികം സോൾട്ട് അധികം. ബീഫ് കുറച്ച് വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഇത് ബില്ല് ആഡ് ചെയ്യേണ്ടത് ട്രൈ ആണ്. ക്യാൻസൽ ചെയ്തിട്ട് വേറെ തരാം. എക്സ്പെൻസീവ് ആണല്ല, പക്ഷെ കൊള്ളാം. ഒരു ദിവസം ഞാൻ തന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുഡിനൊന്നും വേണം. ഓക്കെ. അപ്പോൾ നമ്മള് ബീഫ് റോസ്റ്റ് പ്രോബ്ലം ഉണ്ട് പറഞ്ഞല്ലേ? പ്രോബ്ലം അല്ല, ടെസ്റ്റ് ചലഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതെങ്ങനെ ബിരിയാണി ചെയ്ത് മാറ്റി തരുന്നു എന്നൊരു ചലഞ്ച്. അപ്പോൾ ബേസിക്കലി ഇന്നൊന്നു ചെയ്താൽ എന്തെങ്കിലും പറയണ്ടോ? മലയാളം ഹിന്ദി പോലെ ഹിന്ദിൻ്റെ മലയാളത്തിൽ പറയാൻ പറ്റില്ല. മലയാളം ഓക്കെ, പ്രോബ്ലം ഉണ്ടായില്ല. വേറെ ചേഞ്ച് തന്നു. എല്ലാവർക്കും വേണ്ട ചേഞ്ച് പോകും. അപ്പോൾ തന്നെ സോ ഞാൻ നിങ്ങളോട് പ്രോബ്ലം എന്ന് പറഞ്ഞില്ലേ, ഫേക്ക് ആയിട്ടാണ് കംപ്ലൈന്റ് നോക്കുന്നത്. ഫേക്ക് ആയിട്ട് കംപ്ലൈന്റ് പറഞ്ഞത് സോറി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ